വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 71. അവന്റെ കൈകളിൽ കിടന്നവൾ കുടുകുടെ ചിരിച്ചുകൊണ്ട് അവന്റെ കഴുത്തിൽ കൈകൾ കോർത്തുപിടിച്ചു. 2-3 പ്രാവശ്യം അവളെയും കൊണ്ട് വട്ടം കറങ്ങിയ ശേഷം അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി. മുഖമൊന്നുയർത്തി അവന്റെ ചുണ്ടുകളെ സ്വീകരിച്ച അവൾ അവന്റെ കൈകൾ കിടക്കയാക്കി കിടന്നുകൊണ്ട് ആ ചുംബനം ആസ്വദിച്ചു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ ശ്വാസം കിട്ടാതെ അവന്റെ മുഖം മെല്ലെ തള്ളിമാറ്റി അവൾ തല പുറകോട്ടാക്കി അവന്റെ കൈകളിൽ കിടന്നു കിതച്ചു. എവിടെ എന്റെ കുഞ്ഞാവ? ചോദ്യം കേട്ട് ആദ്യമൊരു സംശയത്തോടെ മൂളിക്കൊണ്ട് മുഖമുയർത്തി നോക്കിയ അവൾ പിന്നീട് കാര്യം മനസ്സിലായതുപോലെ വയറിലേക്ക് വിരൽ ചൂണ്ടി. ദേ ഇവിടെയുണ്ട്. കൈകളിൽ കിടന്ന അവളെ മുകളിലേക്കുയർത്തി മുഖമൊന്നു കുനിച്ച് അവൾ ഇട്ടിരുന്ന ടോപ്പിൽ കടിച്ച് മുകളിലേക്കുയർത്തി അവൻ അവളുടെ വയർ അനാവൃതമാക്കി. പുരികങ്ങൾ ചുളുക്കി ഒരു ചോദ്യഭാവത്തോടെ അവനെ നോക്കി കിടക്കുമ്പോൾ അവളെ നോക്കിയൊന്ന് കണ്ണുചിമ്മി ചിരിച്ചിട്ട് അവൻ അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് ചുണ്ടുകൾ അമർത്തി. ഇക്കിളിയോടെ ചിരിച്ചുകൊണ്ട് അവന്റെ കൈകളിൽ കിടന്നു പിടഞ്ഞ അവളുടെ അനാവൃതമായ വയറിൽ അവന്റെ ചുണ്ടുകൾ വാത്സല്യത്തോടെ ഉമ്മകൾ ചൊരിഞ്ഞു. ഇക്കിളി സഹിക്കാനാവാതെ അവൾ അവന്റെ കൈകളിൽ ചുരുണ്ടുകൂടി കിടന്നു. ഉണ്ണിയേട്ടാ, അവൻ മുഖമുയർത്തി. നമുക്ക് ബുള്ളറ്റിലെ ഒരു നൈറ്റ് ഡ്രൈവ് പോയാലോ? ഈ അവസ്ഥയിലോ? എന്താ പ്രശ്നം? അങ്ങേ മുറിയിലെ ഒരുത്തി കിടപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോ നിന്നെ ബുള്ളറ്റിൽ കയറിയെന്നറിഞ്ഞാലുണ്ടല്ലോ, അവളെന്റെ അമ്മയാകും മോളെ. എന്നാ നമുക്കിന്ന് ബീൻ ബാഗിലിരുന്നുറങ്ങാം. അത് പരിഗണിക്കാം. പറഞ്ഞതും അവൻ അവളെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ബീൻ ബാഗിലേക്ക് അവളെയും കൊണ്ട് ഇരുന്ന അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചായ്ച്ചു കിടത്തി. അവന്റെ കഴുത്തടിയിലേക്ക് മുഖം കയറ്റിവെച്ച് അവൾ അവന്റെ നെഞ്ചിൽ കിടന്നിരുന്ന മാലയിൽ വിരലുകൾ കോർത്തുകൊണ്ടിരുന്നു. ഇടത് കൈയാൽ അവളെ ചുറ്റിപ്പിടിച്ച് വലത് കൈകൊണ്ട് അവളുടെ മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് അവൻ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. മുഖമുയർത്തിയ അവൾ അവന്റെ താടിയിൽ മെല്ലെ കടിച്ചു. ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടോ. എന്താടാ? ഉണ്ണിയേട്ടോ. എന്തുവാടാ ചക്കരെ? ഒരു ചെറു ചിരിയോടെ അവൻ ചോദിച്ചു. പറഞ്ഞതിനൊപ്പം അവളൊന്നുയർന്ന് അവന്റെ നെറുകയിൽ ചുംബിച്ചു. അവൻ മൂളിയതും അടുത്തതായി അവൾ അവന്റെ 2 കണ്ണുകളിലും ഉമ്മ വെച്ചു. ഇട്ടി ബോധിച്ചിരിക്കുന്നു. ഇനി ബാക്കി കൂടി പോന്നോട്ടെ. അതോടെ അവൾ അവന്റെ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. മുഖത്തിനു ചുറ്റും ഒഴുകി നടന്നിരുന്ന അവളുടെ മുഖം 2 കൈകൾ കൊണ്ടും പിടിച്ചു നിർത്തിയിട്ടവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർക്കാൻ ശ്രമിച്ചതും അവൾ അവന്റെ മടിയിലൊന്നുയർന്ന് അവന് നേരെ തിരിഞ്ഞിരുന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കുമിട്ട് അവന്റെ ചുണ്ടുകളെ വിഴുങ്ങി. അധരങ്ങളുടെ രുചി എറിഞ്ഞുകൊണ്ടിരുന്ന അവളെ അരക്കെട്ടിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് മുറിക്കകത്തേക്ക് നടന്നു. കാലുകൾ കൊണ്ടവൻ ഡോറ് തട്ടിയടച്ചിട്ട് അവളെ കട്ടിലിലേക്ക് നിർത്താൻ ശ്രമിച്ചതും അതിന് സമ്മതിക്കാതെ പിടഞ്ഞുകൊണ്ടവൾ അവന്റെ അരയിൽ കാലുകൾ ചുറ്റി കഴുത്തിൽ കൈകൾ ചുറ്റി ജീവൻ വലിച്ചൂറ്റിയെടുക്കും പോലെ അവനെ ചുംബിക്കുന്നതിനിടയിൽ അവൾ ഇട്ടിരുന്ന ടോപ്പ് മുകളിലേക്കൂരി വലിച്ചെറിഞ്ഞു. ദീപക്കുട്ടി, എന്തേലും കുഴപ്പമുണ്ടാവൂടാ? വീണ്ടും അവന്റെ ചുണ്ടുകളിലേക്ക് അവൾ മുഖം താഴ്ത്തുന്നതിനിടയിൽ അവൻ അവളുടെ കാതിൽ ചോദിച്ചു. മിണ്ടാണ്ടിരിയട്ടാ ഉണ്ണിയേട്ടാ. മുരണ്ടുകൊണ്ടവൾ അവനെ ചുംബിച്ചു. വസ്ത്രങ്ങളിൽ നിന്നും മോചനം നേടിയ ഉടലുകൾ ഇണചേരാനുള്ള ആവേശത്തോടെ പരസ്പരം കെട്ടുപിണയുമ്പോൾ കരുതലോടെ കൈകളിൽ താങ്ങിക്കൊണ്ട് അവൻ അവളെ പ്രണയിച്ചു. രതിയുടെ കാണാപ്പുറങ്ങളിലേക്ക് അവരൊരു യാത്ര പോയി. ഒടുവിലൊരു മഴ പെയ്തു നനഞ്ഞതിന്റെ സുഖശീതളിമയും മനസ്സിൽ പേറിക്കൊണ്ട് അവൾ അവന്റെ നെഞ്ചിൽ മുഖമമർത്തിക്കിടന്നു. അപ്പോഴും അവന്റെ കൈവിരലുകൾ അവളെ തഴുകി തലോടിക്കൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞതും കൈകൾ പിണച്ച് അവന്റെ നെഞ്ചിൽ വെച്ചവൾ മുഖമുയർത്തി അവനെ നോക്കി. ഉണ്ണിയേട്ടാ.
അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന മുടിയിഴകൾ, സുഖാലസ്യത്തിന്റെ ബാക്കി പത്രമെന്നോണം നേരിയ ചുവപ്പ് രാശി പടർന്ന കടക്കണ്ണുകൾ. അവൻ അവളുടെ ആ നക്ഷത്രമൂക്കുത്തിയിൽ മെല്ലെ വിരലോടിച്ചു. അതെ, മാമ പറഞ്ഞതുപോലെ ഇത് അപ്പൂസായിരിക്കുവോ അതോ അമ്മൂസായിരിക്കുവോ? അവൻ അവളുടെ കവിളുകൾ രണ്ടുമൊന്ന് കിള്ളി വലിച്ചു. ആരായാലും ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടെ കിട്ടിയാ മതി എന്റെ വിപക്കുട്ടിയേ. അവളൊന്ന് ചിണുങ്ങി. എന്താടാ? നമുക്കേ അപ്പൂസ് മതി. പക്ഷേ ഞാനവനെ ഉണ്ണിക്കുട്ടാന്നേ വിളിക്കൂ. അപ്പോ ഞാനോ? അവൻ കുസൃതിയോടെ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. ഇത് വെല്ലുണ്ണി, മറ്റേത് കുഞ്ഞുണ്ണി. ആഹാ, കൊള്ളാലോ. അവൾ തലയിളക്കിയിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞൊരു അമ്മൂസ്, പിന്നെ ഒരു ഉണ്ണി, പിന്നെ ഒരു അമ്മൂസ്, പിന്നെയും ഒരു ഉണ്ണി. നീ എന്താടി ഒരു അംഗൻവാടി തുടങ്ങാനുള്ള വല്ല പ്ലാനും ഉണ്ടോ? കണ്ണുകളിൽ കുസൃതി നിറച്ച് ചൂണ്ടുവിരലിന്റെ തുമ്പുയർത്തി കാട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ചെറുതൊരെണ്ണം. കാലം തെറ്റിയൊരു മഴ പുറത്തു പെയ്യാൻ തുടങ്ങി. അവളെ നെഞ്ചിലേക്ക് കിടത്തിയിട്ട് അവൻ പുതപ്പെടുത്തു പുതച്ചു. കാലും കൈയുമെടുത്ത് അവനെ വട്ടം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ ഉറങ്ങാനായി കണ്ണുകൾ അടച്ചു. അപ്പോഴേക്കും പുറത്ത് മഴ ശക്തി പ്രാപിച്ചിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അപ്പച്ചിയും രമച്ചിറ്റയും വിഭയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്കൊപ്പം പ്രത്യേകമായി കഴിക്കേണ്ട ആഹാരങ്ങളെക്കുറിച്ചും വീണ്ടും വീണ്ടും പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ചട്ടം പഠിപ്പിച്ച ആനയെപ്പോലെ സാബുച്ച ഫ്ളാറ്റിനകത്തേക്ക് ഒതുങ്ങിപ്പോയി. അതിനകത്ത് അങ്ങനെ ഒരാൾ താമസിക്കുന്നുണ്ട് എന്നതുപോലും മറ്റുള്ളവർ അറിയാത്ത അവസ്ഥയായി. ഭോജരാജ് മാത്രം അങ്ങേരെ ഒന്ന് കൈവെക്കാനുള്ള അവസരം കിട്ടാത്തതിൽ വിഷമിച്ചു നടന്നു. ഇടയ്ക്ക് അഹല്യ വിഭയോടും ജ്യോതിഷ് നേരിട്ട് സുദേവിനോടും വിളിച്ച് UK പോകുന്ന കാര്യത്തിലെ തീരുമാനം എന്തായെന്ന് ചോദിച്ചെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് പ്രകാരം രണ്ടുപേരും പറഞ്ഞത്. ശനിയാഴ്ച രാത്രിയായപ്പോൾ അപ്പച്ചി വിളിച്ച് കാലത്തെ തന്നെ പോരുന്ന കാര്യം സുദേവിനെയും വിഭയെയും ഓർമ്മിപ്പിച്ചു. അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം രാത്രി തന്നെ പാക്ക് ചെയ്തിരുന്നത് കൊണ്ട് ഞായറാഴ്ച കാലത്തെ ചായ കുടിച്ചു കഴിഞ്ഞതും അവർ കളമശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. അപ്പച്ചിയുടെ ശുശ്രൂഷകളെ പറ്റിയും നിർബന്ധിച്ചുള്ള തീറ്റിക്കലിനെ പറ്റിയും ആശ്രയ പറയാറുള്ളത് കേട്ട് അല്പമൊരു ആശങ്ക വിഭയ്ക്കുണ്ടായിരുന്നു. പോരാത്തതിന് എന്ത് കഴിച്ചാലും കഴിച്ചതിന്റെ ഇരട്ടിയായി അവൾ ഛർദ്ദിക്കാനും തുടങ്ങിയിരുന്നു. ആശ്രയയ്ക്ക് പക്ഷേ ഛർദ്ദിലിന്റെ പ്രശ്നം അത്രത്തോളം ഇല്ലാതിരുന്നതിനാൽ ഭക്ഷണം കഴിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാലത്തെ ചായ കുടിച്ചിട്ടാണ് ചെന്നതെങ്കിലും ചെന്ന പാടെ വിഭയെ പിടിച്ചിരുത്തി അപ്പച്ചി തന്നെ കലക്കിയുണ്ടാക്കിയ വെണ്ണ അല്പമെടുത്തു നീട്ടി. അത് കഴിക്കാൻ ശ്രമിച്ച വിഭ ഓക്കാനിക്കുന്നത് കണ്ടതും മോള് കുറേശ്ശെ ആയിട്ട് കൂടുതൽ പ്രാവശ്യം കഴിച്ചാ മതി എന്നും പറഞ്ഞ് അകത്തേക്ക് പോയ അപ്പച്ചിയെ കണ്ട് വിഭ ദയനീയമായി ആശ്രയെ നോക്കി. ഇങ്ങോട്ട് നോക്കി, ഒന്നും പേടിക്കാനില്ല, എല്ലാം ഓട്ടത്തിൽ ശരിയായിക്കൊള്ളും മോളെ. ആശ്രയ അവളെ ആശ്വസിപ്പിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അപ്പച്ചിയുടെ വക ശുശ്രൂഷകളുടെ ഒരു ലഹളയായിരുന്നു. സുദേവ് ഒരിക്കൽ ചോദിച്ചപ്പോൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരുന്ന വിഭവങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ വിഭയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. കുഞ്ഞിന് കാൽസ്യം അത്യാവശ്യമാണെന്നും പറഞ്ഞ് കാലത്തും വൈകിട്ടുമുള്ള പാല് കുടിപ്പിക്കലായിരുന്നു ഏറെ വിഷമകരം. പാല് കുടിക്കുമ്പോൾ ഛർദിലില്ലെങ്കിലും പാലിനോട് വലിയ താല്പര്യമില്ലാതിരുന്ന വിഭ ഒരിക്കലത് വാഷ് ബേസിനിൽ കമഴ്ത്തിക്കളയുന്നത് കണ്ട ശ്രുതിക്കുട്ടി അത് അതുപോലെ തന്നെ അപ്പച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി കൊളുത്തിക്കൊടുത്തു. അന്നു മുതൽ അപ്പച്ചി ചെറിയൊരു ഈർക്കിലിയും പിടിച്ച് വിഭ പാല് കുടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ നിൽക്കുവാൻ തുടങ്ങി. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും പലതരം വിഭവങ്ങൾ മേശപ്പുറത്ത് നിരക്കുമ്പോൾ അതിൽ പലതിനെയും വിഭ മടുപ്പോടെ നോക്കുമ്പോൾ ആശ്രയ യാതൊരു മടുപ്പുമില്ലാതെ ഉത്സാഹത്തോടെ അതെല്ലാം നന്നായി തട്ടി. വിഭാമ്മയ്ക്ക് കഴിക്കാൻ വേണമെന്നും പറഞ്ഞ് തനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളും കൂടി ആ കൂട്ടത്തിൽ ശ്രുതിക്കുട്ടിയും വാങ്ങിച്ചു കഴിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരിനം കരൾ വരട്ടിയതായിരുന്നു. വിഭാമ്മയ്ക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞെടുക്കുന്നതിൽ പകുതിയും പോയിരുന്നത് അവളുടെ വയറ്റിലേക്കായിരുന്നു എന്നു മാത്രം. അതുപോലെ തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും നടപ്പ് അവരൊരു ശീലമാക്കി. വിഭയും ആശ്രയയും നടക്കാനിറങ്ങുമ്പോൾ സുദേവും ശ്രുതിക്കുട്ടിയും അവർക്ക് കൂട്ടിനു പോകും. ഹരിയുള്ള ദിവസങ്ങളിൽ അവനുമുണ്ടാകും അവരോടൊപ്പം നടക്കാൻ.
വീട്ടിലെ പറമ്പിൽ നടക്കുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന പേരക്ക, കാരക്ക, മാങ്ങ ഇതെല്ലാം പറിച്ചു കൊടുക്കലായി സുദേവിന്റെ പ്രധാന ജോലി. അതിൽ തന്നെ കണ്ണിമാങ്ങ പൊട്ടിച്ചു തീറ്റയായിരുന്നു വിഭയുടെ പ്രധാന ഹോബി. അതുകൂടാതെ പറമ്പിന്റെ കിഴക്കേയറ്റത്ത് നിന്നിരുന്ന കരിമ്പായിരുന്നു രണ്ടിന്റെയും മറ്റൊരു ഇഷ്ടവിഭവം. കരിമ്പ് സുദേവ് ചെറിയ പീസുകളായി വെട്ടിക്കഴിഞ്ഞാൽ ജ്യൂസ് ആക്കാനൊന്നും അവർ നിൽക്കാറില്ല. കരിമ്പ് നട്ടിരിക്കുന്നതിനോട് ചേർന്ന് ചെറിയൊരു ഒട്ടുമാവ് നിൽപ്പുണ്ട്. അധികം ഉയരമല്ലാത്ത അതിന്റെ ശിഖരങ്ങളിലേക്ക് കയറിയിരുന്നിട്ട് കരിമ്പിന്റെ തൊണ്ട് പല്ലുകൊണ്ട് കടിച്ച് കീറിയെടുത്ത ശേഷം രണ്ടും കൂടി കടിച്ച് ചവച്ച് കരിമ്പിൻ നീര് കുടിച്ചോളൂ. കൂട്ടത്തിൽ ശ്രുതിക്കുട്ടിയും ഉണ്ടാകുമെന്ന് മാത്രം. ചിലപ്പോഴൊക്കെ വീടിന് മുന്നിലുള്ള പൈപ്പ് ലൈൻ റോഡിൽ കൂടി നടന്ന് അവർ സുദേവിന്റെയും ശബരിയുടെയും പറമ്പിൽ വരെ പോയിട്ട് വരും. അപ്പച്ചിയുടെ വീട് പോലെ തന്നെ അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള ആ പറമ്പ് കാണുമ്പോൾ അവിടെ ഒരു വീട് വെക്കുന്ന കാര്യം വിഭയുടെ മനസ്സിൽ തെളിയും. അതോടൊപ്പം തന്നെ UK-യിൽ കുറച്ചു നാളത്തേക്ക് ഒന്ന് പോയാലോ എന്നൊരാഗ്രഹവും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് പക്ഷേ അവൾ സുദേവിനോട് പോലും പറഞ്ഞിരുന്നില്ല. അവിടത്തെ പറമ്പിൽ ഒരു കുടംപുളിയുടെ മരം നിൽപ്പുണ്ട്. അവിടെ എത്തിയാൽ സുദേവിന്റെ പണി ആ മരത്തിൽ കയറലാണ്. അതിൽ പഴുത്ത് പാകമായി കിടക്കുന്ന കുടംപുളികൾ ഉണ്ടാകും. അതിനകത്തെ മധുരവും പുളിയും നിറഞ്ഞ റംബൂട്ടാന്റെ അകം പോലിരിക്കുന്ന ഭാഗത്തിന് ഒരു പ്രത്യേക രുചിയാണ്. സുദേവ് അത് പറിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായി വീതം വെച്ച് അതിനകത്തെ ഭാഗം കഴിക്കലാണ് പിള്ളേരുടെ മറ്റൊരു പ്രധാന പരിപാടി. അതറിയാവുന്ന അപ്പച്ചി അങ്ങോട്ട് പോകാൻ നേരം എപ്പോഴും ഓർമ്മിപ്പിക്കും, പിള്ളേരെ കുടംപുളി പറിച്ച് കഴിക്കുകയാണെങ്കിൽ അതിന്റെ കുരു പല്ലിൽ കൊള്ളാതെ നോക്കണേ, തറയാകും, പിന്നെ പോകത്തില്ല. അവിടെ പറമ്പിനോട് ചേർന്ന് ഒരു തോടും ഒഴുകുന്നുണ്ട്. ആ തോട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരത്തിലിരുന്ന് വെള്ളത്തിലേക്ക് കാലുമിട്ട് പഴങ്ങളും കഴിച്ച് വിളക്ക് കത്തിക്കാനുള്ള സമയം വരെ അവിടെ ഇരിക്കും അവർ. അങ്ങനെ 3 മാസത്തെ മരം കയറ്റം കഴിഞ്ഞപ്പോഴേക്കും വേണ്ടി വന്നാൽ തെങ്ങിൽ വരെ കയറി കരിക്കും തേങ്ങയുമൊക്കെ ഇടാൻ പറ്റുന്ന പരുവത്തിലായി നമ്മുടെ സുദേവ്. 3 മാസം കഴിഞ്ഞ് TT എടുക്കാൻ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിലേക്കാണ് അവർ പോയത്. വിഭയും തന്റെ കൺസൾട്ടിങ്ങും ചെക്കപ്പുമൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ആശ്രയയുടെ അമ്മയും ചേട്ടനും അച്ഛനും കൂടി ഇടയ്ക്ക് കളമശ്ശേരിയിൽ വന്നു പോയിരുന്നു. അവരോടും 7-ാം മാസമായാൽ ആശ്രയെ വീട്ടിലേക്ക് വിടില്ല എന്ന് അപ്പച്ചി പറഞ്ഞത് കേട്ട് ആശ്രയയുടെ അച്ഛന് സന്തോഷമായെങ്കിലും അമ്മയ്ക്ക് പരിഭവമായിരുന്നു. പക്ഷേ അമ്മയുടെ ഓർമ്മ ശരിയില്ലാത്തതുകൊണ്ട് അവളുടെ ചേട്ടനും അവൾ കളമശ്ശേരിയിൽ തന്നെ നിന്നാൽ മതി എന്ന അഭിപ്രായമായിരുന്നു. 4-ാം മാസമായപ്പോഴേക്കും രണ്ടുപേരുടെയും വയറെല്ലാം ഉയർന്നു കാണാൻ തുടങ്ങി. ആ സമയത്തും വിഭ ഭക്ഷണം കഴിക്കുന്നത് ഇഴഞ്ഞിഴഞ്ഞായിരുന്നെങ്കിലും ആശ്രയ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നിന്നുവരെ തിന്നാൻ തുടങ്ങി. വിഭയുടെ ഭക്ഷണം കഴിക്കൽ കുറവായിരുന്നത് കൊണ്ട് തന്നെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം അവൾക്ക് ആവശ്യമായ വിറ്റാമിൻസുകൾ സുദേവ് വാങ്ങി നൽകി. 4-ാം മാസം കഴിഞ്ഞതോടെ രണ്ടുപേരുടെയും വയറിൽ നിന്നും ചെറിയ അനക്കങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അതോടെ ശ്രുതിക്കുട്ടിയുടെ പ്രധാന പണി വൈകുന്നേരം സ്കൂളിൽ നിന്നും തിരികെ എത്തിയാൽ വിഭയെയും ആശ്രയെയും അടുത്തു പിടിച്ചിരുത്തി വയറിൽ ചെവി വെച്ച് ശബ്ദങ്ങൾ കേൾക്കലായി. വിഭാമ്മയ്ക്ക് ആൺകുട്ടിയും ഇളയമ്മയ്ക്ക് പെൺകുട്ടിയുമായിരിക്കും എന്നവൾ ഇടയ്ക്കിടെ പറയുന്നതിനൊപ്പം വയറ്റിൽ കിടക്കുന്ന വാവുകളെ കൊഞ്ചിക്കാനും തുടങ്ങിയിരുന്നു. വിഭയെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴൊക്കെ സുദേവും അവളുടെ വീർത്തുവായിരുന്ന വയറിൽ ചെവി വെച്ച് കുഞ്ഞിന്റെ അനക്കങ്ങൾ ശ്രദ്ധിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മാസങ്ങൾ കഴിയും തോറും വിഭ പതിവില്ലാത്ത വാശിയും ദേഷ്യവും കാണിക്കുവാൻ തുടങ്ങി. കാരണമില്ലാതെ അവൾ സുദേവിനോട് വാശി പിടിച്ചു, ദേഷ്യപ്പെട്ടു. ശ്രുതിക്കുട്ടിക്ക് വിഭാമ്മയുടെ ആ സ്വഭാവമാറ്റത്തിന്റെ കാരണം മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് ഈ സമയത്തുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് സുദേവ് അവളെ പറഞ്ഞു മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ വിഭയുടെ താളത്തിനനുസരിച്ച് അവൻ നിൽക്കുകയും ചെയ്തു. അവൾ എത്ര വഴക്കിട്ടാലും വാശി പിടിച്ചാലും ലാളിച്ചും കൊഞ്ചിച്ചും സ്നേഹിച്ചും കൊണ്ട് അവൻ കൂടെ നിന്നു. പകൽ സമയങ്ങളിൽ അവനോട് വാശി പിടിച്ചും രാത്രികാലങ്ങളിൽ അവനെ കെട്ടിപ്പിടിച്ചും അവൾ കിടന്നുറങ്ങി. പക്ഷേ ആശ്രയയ്ക്ക് അത്തരം പ്രശ്നങ്ങൾ താരതമ്യേന കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും അപ്പച്ചിയും കൂടി വിഭയെ കൂടുതൽ ശ്രദ്ധിച്ചു. 7-ാം മാസമായപ്പോൾ വിഭയുടെയും ആശ്രയയുടെയും വീടുകളിൽ നിന്നും കുറെ പലഹാരങ്ങളുമായി രമച്ചിറ്റയും ഷാജിക്കുഞ്ഞച്ചനും ആശ്രയയുടെ അമ്മയും ചേട്ടനും കളമശ്ശേരിയിലെത്തി. വിഭ ആ പലഹാരങ്ങളെല്ലാം പിടിക്കാത്ത മട്ടിൽ നോക്കിയപ്പോൾ ശ്രുതിക്കുട്ടിയും ആശ്രയയും കൂടി അതിനുമേൽ കമഴ്ന്നു കിടപ്പായിരുന്നു. വൈകുന്നേരം വരെ അവിടെ ചിലവഴിച്ചിട്ടാണ് അന്ന് അവരെല്ലാം തിരികെ മടങ്ങിയത്. 8-ാം മാസമായപ്പോഴേക്കും
വിഭയുടെ വയറ്റിലെ ചവിട്ടും തൊഴിയും വളരെ കൂടിയിരുന്നു. എന്നാൽ ആശ്രയുടെ വാവ അല്പം കൂടി സൗമ്യഭാവത്തിലായിരുന്നു അനങ്ങിയിരുന്നത്. അതോടെ വിഭാമ്മയുടെ വയറ്റിൽ അപ്പൂസും ഇളയമ്മയുടെ വയറ്റിൽ അമ്മൂസുമാണെന്ന് ശ്രുതിക്കുട്ടി അങ്ങ് ഉറപ്പിച്ചു. പകൽ സമയങ്ങളിൽ അനക്കങ്ങൾ കുറവാണെങ്കിലും രാത്രികാലങ്ങളിൽ വിഭയെ ഉറക്കാതെ അവൻ വയറ്റിനകത്ത് കിടന്ന് തലകുത്തി മറിഞ്ഞു. ഓ, ഇത് അച്ഛന്റെ മോൻ തന്നെ. രാത്രിയായ മനുഷ്യനെ ഉറക്കില്ല എന്നും പറഞ്ഞുകൊണ്ടവൾ കട്ടിലിൽ ചാരിയിരിക്കുമ്പോൾ സുദേവ് അവളുടെ വയറിലേക്ക് ചുണ്ടുകൾ ചേർത്ത് കൊഞ്ചിച്ചുകൊണ്ട് ശകാരിക്കും. ഉണ്ണിക്കുട്ട, അടങ്ങിക്കിടക്കുമോനെ, അമ്മയ്ക്ക് ഒങ്ങണ്ടേടാ ചക്കരെ. അത് കേൾക്കും തോറും അവന്റെ ചാട്ടവും കൂടുതലാകും. എന്റെ മനുഷ്യ ഒന്നും മിണ്ടാണ്ടിരിക്കാവോ? ഉണ്ണിട്ടന്റെ ഒച്ച കേട്ടാ മതി അവ കിടന്ന് ചാടാൻ തുടങ്ങും. അവൾ കൂർപ്പിച്ചു നോക്കുന്നതോടെ അവൻ പിന്നീട് ശബ്ദിക്കാതെ അവളുടെ വയറും തടവി അങ്ങനെ ഇരിക്കും. ഒടുവിൽ വെളുപ്പാങ്കാലത്ത് എപ്പോഴോ രണ്ടും കൂടി കട്ടിലിൽ ചാരിയിരുന്ന് തന്നെ അങ്ങ് ഉറങ്ങുകയും ചെയ്യും. 9-ാം മാസത്തെ വയറുകാണൽ ചടങ്ങിന് സാധാരണ ചെറുക്കന്റെ വീട്ടുകാരാണ് പോകാറുള്ളതെങ്കിലും രണ്ടുപേരും ചെറുക്കന്മാരുടെ വീട്ടിൽ തന്നെ ആയിരുന്നതുകൊണ്ട് ആശ്രയുടെയും വിഭയുടെയും വീട്ടുകാർ തന്നെ വയറ് കാണാനും എത്തി. പലഹാരങ്ങളൊന്നും കൊണ്ടുവരാൻ നിൽക്കണ്ട എന്ന് നേരത്തെ തന്നെ അപ്പച്ചി വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലും അന്നും കുറേയേറെ പലഹാരങ്ങൾ ചുമന്നുകൊണ്ടാണ് രണ്ടു കൂട്ടരും വന്നത്. രമച്ചിറ്റയുടെയും ഷാജിക്കുഞ്ഞച്ചന്റെയും കൂടെ അവർ പ്രതീക്ഷിക്കാത്ത ഒരാൾ കൂടി ഉണ്ടായിരുന്നു, സാബുച്ച. വരില്ലെന്നോർത്ത് തന്നെ അടി വിളിച്ചത്. പക്ഷെ കാര്യം പറഞ്ഞതും പുള്ളി ചാടി പുറപ്പെട്ടു. വിഭയുടെ മുറിയുടെ വാതിലിൽ ചാരി കൈകൾ കെട്ടി നിൽക്കുന്ന സാബുച്ചയെ നോക്കി രമച്ചിറ്റ പറഞ്ഞത് കേട്ട് സുദേവ് പുരികങ്ങൾ ഉയർത്തി വിഭയെ നോക്കി എങ്ങനെയുണ്ട് എന്ന മട്ടിൽ ചിരിച്ചു. പക്ഷെ പോകും വരെ നാവിറങ്ങിയതുപോലെ അവിടെ ഇരുന്നതല്ലാതെ പുള്ളി ആരോടും ഒരക്ഷരം പോലും സംസാരിച്ചില്ല. ഷാജി കുഞ്ഞച്ചൻ അതേസമയം ഫുൾ എനർജറ്റിക് ആയിരുന്നു. വിഭയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനോട് വരെ അങ്ങേര് വർത്തമാനം പറഞ്ഞു. കാര്യമന്വേഷിച്ചപ്പോൾ അനൂപ് ലോണിന്റെ അടവെല്ലാം ഒരുമിച്ച് അടച്ചു തീർത്തതിന്റെ സന്തോഷമാണതെന്ന് രമച്ചിറ്റ വിഭയെ പറഞ്ഞു മനസ്സിലാക്കി. വിഭയുടെ ഛർദിയൊക്കെ ആ സമയത്ത് മാറിയിരുന്നതുകൊണ്ട് അപ്രാവശ്യം കൊണ്ടുവന്ന പലഹാരങ്ങളിൽ അവളും കൈവച്ചു. പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് 2 ദിവസം മുന്നേ വന്ന് അഡ്മിറ്റായാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിലും 4 ദിവസം മുന്നേ തന്നെ വന്ന് രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. സുദേവ് തൽക്കാലം ഓട്ടങ്ങളൊന്നും വേണ്ടെന്ന് വെച്ച് ഹോസ്പിറ്റലിൽ തന്നെ അങ്ങ് കൂടി. അരിയും ലീവ് എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് തലേ ദിവസം തൊട്ട് ലീവ് എടുത്താൽ മതി എന്നും പറഞ്ഞ് ആശ്രയ അവനെ ജോലിക്ക് പറഞ്ഞു വിട്ടു. പകൽ സമയങ്ങളിൽ അപ്പച്ചിയും രമച്ചിറ്റയും സുദേവും ഹോസ്പിറ്റലിൽ നിന്നു. വൈകുന്നേരം ശ്രുതിക്കുട്ടിയും നേരെ ഹോസ്പിറ്റലിലേക്ക് വരും. ശ്രീഹരി എത്തുമ്പോൾ അവൻ അപ്പച്ചിയെയും ശ്രുതിക്കുട്ടിയെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരികെ വരും. വൈകുന്നേരങ്ങളിൽ തിരികെ പോകാൻ രമച്ചിറ്റയ്ക്ക് സുദേവ് അവിടെ നിന്നും ഒരു ഓട്ടോ അറേഞ്ച് ചെയ്തു കൊടുത്തു. രാത്രി ഹരിയും സുദേവും കൂടി ഹോസ്പിറ്റലിൽ നിന്നു. ഡേറ്റ് പറഞ്ഞിരുന്നതിന് 2 ദിവസം മുന്നേ കൊടുങ്ങല്ലൂരിൽ നിന്ന് ആശ്രയയുടെ ചേട്ടനോടൊപ്പം അമ്മയുടെ അനിയത്തി സുലോചനയും ഹോസ്പിറ്റലിലേക്കെത്തി. അവർ ഹോസ്പിറ്റലിനടുത്തുള്ള ചെറിയൊരു ലോഡ്ജിൽ തൽക്കാലത്തേക്ക് മുറിയെടുത്തിരുന്നു. പറഞ്ഞിരുന്ന ഡേറ്റിന് തലേ ദിവസം ഉച്ചയ്ക്ക് വിഭ രമച്ചിറ്റയോടും സുദേവിനോടും സംസാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണവൾ ചാടി എഴുന്നേറ്റത്. സുദേവും രമച്ചിറ്റയും നോക്കുമ്പോൾ ബെഡും വിഭ ഇട്ടിരുന്ന ഡ്രസ്സും നനഞ്ഞു കുതിർന്നിരിക്കുന്നു. കട്ടിലിൽ നിന്നും ചാടി ഇറങ്ങിയ വിഭ വയറും താങ്ങിപ്പിടിച്ച് ലേബർ റൂം ലക്ഷ്യമാക്കി ഓടി. മോനെ, ഫ്ലൂയിഡ് പോയെന്നാ തോന്നുന്നേ. രമച്ചിറ്റ പരിഭ്രമത്തോടെ വിളിച്ചു പറഞ്ഞത് കേൾക്കുന്നതിന് മുന്നേ തന്നെ സുദേവും വിഭയ്ക്ക് പുറകെ ഓടിയിരുന്നു. തുടരും. പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങൾ പറയുകയും ലൈക്കുകൾ തന്നും ഷെയർ ചെയ്തും സപ്പോർട്ടുമായി എല്ലാവരും കൂടെ തന്നെ ഉണ്ടാകണേ. See you soon.